ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ മലയാളം മുഖേന ഹിന്ദി എത്ര ഈസിയായി പഠിക്കാൻ പറ്റുമോ അത്ര തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഈ വീഡിയോയും ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഈസിയായി പഠിച്ചെടുക്കുക. വൈ ടു ലേൺ ഹിന്ദി, എന്തിനു നമ്മൾ ഹിന്ദി പഠിക്കണം? ഈ ക്വസ്റ്റ്യൻ കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? നമ്മൾ കേരളം വിട്ടിട്ട് എവിടെ പോവുകയാണെങ്കിലും അവിടെ ഒരു ഭാഷ വെച്ച് ജീവിക്കാമെന്ന് കരുതുന്നത് ഇംഗ്ലീഷിന് ശേഷം അത് ഹിന്ദി ഭാഷയിലൂടെയാണ്. കേരളം വിട്ട് എവിടെ പോവുകയാണെങ്കിലും ഏത് സ്റ്റേറ്റ് ആയാലും ഏത് കൺട്രി ആയാലും അവിടെ കോമണായി യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിന് ശേഷം ഹിന്ദിയാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഹിന്ദിയെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾക്ക് എത്ര തന്നെ മലയാളം ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഹിന്ദി ലാംഗ്വേജ് പഠിക്കുന്നത് ഫ്യൂച്ചറിൽ ഹെൽപ്പാവും. ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയിൽ അതിനു വേണ്ടി നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോയും ഇതിനു മുന്നേ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, ഹിന്ദിയിൽ പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വാക്ക് നോക്കാം, ഐ എന്നാൽ ഞാൻ, ഹിന്ദിയിൽ പറയുന്നത് മേ. നെക്സ്റ്റ് നോക്കാം, യു എന്നാൽ നീ, ഹിന്ദിയിൽ തും. ഇവിടെ ഇംഗ്ലീഷിൽ യുക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ സമപ്രായക്കാരോടും മുതിർന്നവരെയും ചെറിയവരെയും ഒക്കെ നമ്മൾ എന്ത് പറയും, ഇംഗ്ലീഷിൽ യു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ മലയാളത്തിലും ഹിന്ദിയിലും വ്യത്യാസം വരുന്നുണ്ട്. നീ വേറെ, നിങ്ങൾ വേറെ അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മൾ ചെറിയവരോടൊക്കെ നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് തും. ഇനി നിങ്ങൾ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് ആപ്. അപ്പോൾ അതായത് എൽഡേഴ്സിനോട് നമ്മൾ പറയുന്നതാണ് ആപ്. ഇനി നെക്സ്റ്റ് വി, ഞങ്ങൾ, ഹം. അടുത്തത് ദിസ്, ഇത്, യഹ്. ഹിന്ദിയിൽ യഹ് എന്നുള്ളതിന് നമ്മൾ ഇപ്പോൾ ഇവൾ, ഇവൻ, ഇത് എന്നുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് യഹ്. അതുപോലെ അത്, അവൻ, അവൾ എന്നുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വഹ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇതിൽ ഒന്നും കൂടി നമ്മൾ പറഞ്ഞു നോക്കാം. ഐ എന്നാൽ ഞാൻ, മേ. യു എന്നാൽ നീ, തും. ഇനി നെക്സ്റ്റ് യു എന്നാൽ നിങ്ങൾ, ആപ്. വി എന്നാൽ ഞങ്ങൾ, ഹം. അപ്പോൾ ദിസ് എന്നത് ഇത് അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ അവൻ, യഹ്. ദാറ്റ് എന്നുള്ളത് അത് അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നുള്ളത് വഹ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് വേർഡ്സ് പഠിച്ചു. ഇനി നമ്മൾ ഇത് വെച്ച് മേക്ക് ചെയ്യുന്ന സെൻറ്റൻസുകൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് വാക്ക് വരുന്നത് ഐ, അതായത് ഞാൻ, എന്നെ പരിചയപ്പെടുത്തുക. അതായത് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് നമ്മളെയാണ് അല്ലേ? അപ്പോൾ ഞാൻ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മേ. അപ്പോൾ മേ, ഇപ്പോൾ ഒരു രമേശാണ് ഇത് പരിചയപ്പെടുത്തുന്നതെന്ന് വിചാരിക്കുക. ഐ ആം രമേശ്, ഞാൻ രമേശാണ്. മേ രമേശ് ഹോ. ഇപ്പോൾ മേ എന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നതെങ്കിൽ എൻഡിങ്ങിൽ ഹൂം എന്ന് തന്നെ അവസാനിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇപ്പോൾ നോക്കാം, ഐ ആം പ്രിയ, ഞാൻ പ്രിയ. മേ പ്രിയ ഹോം. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇപ്പോൾ മേം എന്ന് വരുന്നതിനൊക്കെ എൻഡിങ്ങിൽ ഹും എന്ന് തന്നെയാണ് വരിക. ഓക്കെ. ഇനി അടുത്തത് നോക്കാം, വി വെച്ചിട്ട്, അതായത് ഞങ്ങൾ എന്നുള്ളതിനെ വെച്ചിട്ട് നോക്കാം. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഹം ദോസ്ത് ഹേം. അപ്പോൾ നിങ്ങളിവിടെ കണ്ടു, ഹം ദോസ്ത് ഹേം എന്നുള്ളതിൽ ഹേം എന്നുള്ളത് വന്നത്. അപ്പോൾ മേ എന്ന് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഹും എന്ന് എൻഡിങ്ങിൽ വരിക. ബാക്കിയുള്ള എല്ലാ ഇതിനും ഹേ എന്നാണ് യൂസ് ചെയ്യുക. ഇതൊന്നും കൂടി പറഞ്ഞു നോക്കാം. മേ രമേശ് ഹോ, മേ പ്രിയ ഹോ, ഹം ദോസ്ത് ഹേ. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസും കൂടെ നോക്കാം. ദിസ് ഈസ് ബുക്ക്, ഇത് പുസ്തകമാണ്. അത് നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ നമ്മൾ ഇത് എന്നുള്ളതിന് നമ്മൾ എന്ത് പഠിച്ചു? യഹ് എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ പുസ്തകമാണ് ഇത്. നമ്മൾ പുസ്തകം ആരെയോട് കാണിച്ചിട്ട് പറയുകയാണ് ഇത് പുസ്തകമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? യഹ് കിതാബ് ഹേ, യഹ് കിതാബ് ഹേ. അപ്പോൾ നമ്മൾ
യഹ് എന്ന് ഉപയോഗിച്ചതാണ് എൻഡിങ്ങിൽ ഹേം എന്ന് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഐ ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. അപ്പം ഞാൻ എന്നുള്ളതിന് എന്താ ഹിന്ദിയിൽ നമ്മൾ പഠിച്ചത്? മേം അല്ലേ? അപ്പോൾ മേം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഇതർ. അപ്പോൾ മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഡിങ്ങിൽ ഹും എന്ന് അവസാനിപ്പിക്കണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പറയും? മേ ഇതർ ഹും, ഞാനിവിടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദാറ്റ് ഈസ് ഫ്രൂട്ട്, അത് പഴമാണ്. അപ്പോൾ നമ്മൾ അത് എന്നുള്ളതിന് ഹിന്ദി വാക്ക് പഠിച്ചു വഹ് അല്ലേ? അപ്പോൾ പഴത്തിന് ഫലും. അപ്പോൾ വഹ് ഫൽ, എൻഡിങ്ങിൽ എന്ത് വരണം? ഹേ വരണം. അപ്പോൾ വഹ് ഫൽ ഹേ, അപ്പോൾ അത് പഴമാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചതൊക്കെ ഒന്ന് നോക്കാം. യഹ് കിതാബ് ഹേ, മേ ഇദർ ഹോ, വഹ് ഫൽ ഹേ. നമ്മളിതിൽ ഉപയോഗിച്ച പോലെ കിതാബ്, ഇത്, ഫൽ എന്നുള്ള വേർഡ്സുകളൊക്കെ നിങ്ങൾ അപ്പോൾ തന്നെ പഠിച്ചു വരിക. എന്നാൽ നമുക്ക് സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഉപകാരമാവും. അടുത്തത് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സാണ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. ഈ വാക്കുകൾ ബേസിക്കായി സംസാരിക്കുന്നവരാണെങ്കിലും പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്നവരാണെങ്കിലും ഈ വാക്കുകൾ ഒരിക്കലും മാറുന്നില്ല. ഇത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ യൂസ് ആവുന്ന വാക്കുകളാണ്. അത് ഏതൊക്കെ വാക്കുകളെന്ന് നമുക്ക് നോക്കാം. വാട്ട് എന്നതിന് നമ്മൾ എന്ത് എന്നുള്ളത് നമ്മൾ ചോദിക്കും അല്ലേ, അല്ലെങ്കിൽ എന്താ, അതിന് പറയുന്നതാണ് ക്യാ. നെക്സ്റ്റ് ഹു, ഹു എന്നുള്ളത് ആര്. കോൻ, ആര് എന്നുള്ളതിന് കോൻ. നെക്സ്റ്റ് വേർ, എവിടെ, ഇതിനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് കിധർ, കിധർ. ഇനി വെൻ, എപ്പോൾ, എപ്പോൾ എന്നതിന് കബ്, കബ്. വിച്ച്, ഏത്, ഏത് എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയുന്നത് കോൺസ, കോൺസ. ഇനി നെക്സ്റ്റ് ഹൗ മച്ച്, എത്ര, എത്ര എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയുന്നത് കിത്ന, കിത്ന. നെക്സ്റ്റ് വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത് ക്യോ, ക്യോ. ഇനി നെക്സ്റ്റ് ഹൂസ്, ആരുടെ, ആരുടെ എന്നുള്ളത് ഹിന്ദിയിൽ പറയുന്നത് കിസ്ക, കിസ്ക. നെക്സ്റ്റ് ഹൗ, എങ്ങനെ, കൈസേ, കൈസേ. അപ്പോൾ ഇതെല്ലാമാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഇനി ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഹു ആർ യു, നിങ്ങൾ ആരാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആപ്പ് എന്നാൽ നിങ്ങൾ എന്നുള്ളതും കോൻ എന്നുള്ളതും ക്വസ്റ്റ്യൻ വേർഡിൽ നമ്മൾ പഠിച്ചു, ആര് എന്നുള്ളതും അല്ലേ. ആപ്പ് കോൻ ഹേ, അപ്പോൾ നമ്മൾ ഹേ ചേർത്ത് കൊടുക്കണം. ആപ്പ് കോൻ ഹേ, നിങ്ങൾ ആരാണ്. ഇനി നെക്സ്റ്റ് ഹൗ ആർ യു, സുഖമാണോ, ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക. ഇപ്പോൾ സുഖമാണോ എന്നുള്ളതിന് നമുക്ക് കൈസേ, കൈസേ ഹേം എന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. അപ്പോൾ ആപ് കൈസേ ഹേം, ആപ് കൈസേ ഹേം, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ്, നമ്മൾ ചോദിക്കില്ലേ അതെന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് എന്നുള്ളതിന് നമ്മൾ പഠിച്ചു വഹ്. അപ്പോൾ ക്യാ എന്നുള്ളത് നമ്മൾ പഠിച്ചു എന്ത് എന്നുള്ളത്. അപ്പോൾ ഹേ എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വഹ് ക്യാ ഹേ, വഹ് ക്യാ ഹേ, അതെന്താണ്. ഇനി അതുപോലെ കുറച്ച് സെൻറ്റൻസും കൂടി നോക്കാം. വേർ ഇസ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ എവിടെയാണ്. ഇതിൽ നമ്മൾ എവിടെ എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പഠിച്ചത്? കിധർ അല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഹിന്ദിയിൽ അസ്പത്താൽ. നമ്മൾ എൻഡിങ്ങിൽ എന്തായാലും ഹേ ചേർത്ത് കൊടുക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് സെൻറ്റൻസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുക? ആസ്പത്താൽ കിധർ ഹേ. ഇനി നെക്സ്റ്റ് വേർ ആം ഐ, അതായത് ഞാൻ എവിടെയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എവിടെയോ ആണ്, അപ്പം നമ്മൾക്കറിയില്ല ആ സ്ഥലം ഏതാണെന്ന്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചോദിക്കുക ഞാൻ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എന്നുള്ളതിന് എന്ത് നമ്മൾ ഹിന്ദിയിൽ പറയും? മേ അല്ലേ. അപ്പോൾ എവിടെ എന്നുള്ളതിനോ കിധർ. ഇപ്പം നമ്മൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു അല്ലേ. മേ കിധർ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ മേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ എന്ത് ചേർക്കണം? ഹോം എന്ന് ചേർക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി മേ കിധർ ഹോം, ഞാൻ എവിടെയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഹൗ മച്ച് ഇസ് ദിസ്, ഇത് എത്രയാണ്.
നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങുന്നുണ്ട്. അതിന് വില നമ്മൾ ചോദിക്കുകയാണ് അല്ലേ, ഇത് എത്രയാണ് എന്നുള്ളത്. അത് നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ഇത് എന്നുള്ളതിന് നമ്മൾ പഠിച്ചു യഹ് എന്നുള്ളത്. എത്ര എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കിത്തിന അല്ലേ, കിത്തിന. അപ്പോൾ യഹ് കിത്തിന ഹേ, യഹ് കിത്തിന ഹേ, ഇത് എത്രയാണ്. നമ്മളിപ്പോൾ കുറച്ച് സെൻറ്റൻസുകളൊക്കെ പഠിച്ചു. ഇനി കുറച്ചൊരു ന്യൂ വേർഡ്സ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓരോ വീഡിയോയിൽ നമ്മൾ കുറച്ച് വേർഡ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ എളുപ്പമാവും. ഓക്കെ, ന്യൂ വേർഡ്സ്. ഇതിൽ ഫസ്റ്റ് യെസ്, അതെ എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ഹാ, ഹാ. നോ എന്നുള്ളതിന് ഇല്ല, നെഹി, നെഹി. ഇനി നെക്സ്റ്റ് ഓക്കെ, ശരി. ഇത് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ठीक है, ठीक है. അടുത്തത് ഗുഡ്, നല്ലത്, അച്ഛ, അച്ഛ. നെക്സ്റ്റ് വെരി, വളരെ, ബഹുത്ത്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു അച്ഛ എന്നുള്ള വേർഡ് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ബഹുത്ത് അച്ഛ എന്ന് പറയുമ്പോൾ എന്തായി? വളരെ നല്ലത് അല്ലേ. ഇതുപോലെ ചെറിയ സെൻറ്റൻസുകളായിട്ട് മേക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പെട്ടെന്ന് ഫാസ്റ്റായി പഠിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നൗ, ഇപ്പോൾ, അബ്. ഇനി നെക്സ്റ്റ് ഹോട്ട്, അതായത് നമ്മൾ ചായക്ക് ചൂടുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ചൂടുള്ള എന്നുള്ളത് നമ്മൾ പറയില്ല, അതിനെ ഗരം, ഗരം. അതുപോലെ നമ്മൾ ഇവിടെ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്ത് നോക്കാം. ഗരം പാനി, വെള്ളം അല്ലേ. വെള്ളത്തിനാണ് നമ്മൾ പാനി എന്ന് പറയുന്നത്. അപ്പോൾ ഗരം പാനി, ചൂടുള്ള വെള്ളം. അതുപോലെ തന്നെ ചൂടുള്ള ചായ, ഇതിങ്ങനെ പറയും നമ്മൾ ഗരം ചായ. ഇനി ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫുഡിന് നമ്മൾ ഖാന എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഗരം ഖാന, ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് കോൾഡ്, തണുത്ത. അപ്പോൾ എന്താണ് ഹിന്ദിയിൽ പറയുക? ഠണ്ട. ഇപ്പോൾ ഇതുപോലെ നേരത്തെ നമ്മൾ ഗരം എന്നുള്ളത് പറഞ്ഞ പോലെ ഠണ്ട എന്ന് വെച്ചിട്ടും സെൻറ്റൻസ് മേക്ക് ചെയ്ത് പഠിക്കുക. ഠണ്ട പാനി, ഠണ്ട ഖാന, ഠണ്ട ചായ്. നെക്സ്റ്റ് വാട്ടർ, വാട്ടറിന് നമ്മൾ വെള്ളം എന്നാണ് പറയുന്നത് അല്ലേ. അതിന് ഹിന്ദിയിൽ പറയുന്നത് പാനി, പാനി. ഇനി ഹിയർ, ഇവിടെ എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത് യഹാം. ഇനി ദേർ, അവിടെ, വഹാം. ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും. ഫസ്റ്റത്തേത് നോക്കാം. നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കുന്നത് ഹിന്ദിയിൽ? ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് നമ്മൾ എന്ത് പറയണം? മേ ഠീക്ക് ഹോ, എനിക്ക് സുഖമാണ്. മേ ഠീക്ക് ഹോ, എനിക്ക് സുഖമാണ്. ഇനി നെക്സ്റ്റ് ഗരം പാനി കിധർ ഹേ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഗരം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു, ചൂട് അല്ലേ. അപ്പോൾ പാനി, വെള്ളം. അപ്പോൾ കിധർ, എവിടെ. ഗരം പാനി കിധർ ഹേ, ഗരം പാനി കിധർ ഹേ, ചൂടുവെള്ളം എവിടെയാണ്. ഇനി ഇതിന് മറുപടിയായി നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഗരം പാനി ഉദർ ഹേ. നമ്മൾ ഉദർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? ഉദർ എന്നാൽ അവിടെ അല്ലേ. അപ്പോൾ ഗരം പാനി ഉദർ ഹേ, ചൂടുവെള്ളം അവിടെയുണ്ട്. ഇതുപോലെ ചെറിയ സെൻറ്റൻസുകളാക്കി മേക്ക് ചെയ്യുകയും ക്വസ്റ്റ്യന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുകയും അതിനെങ്ങനെ ആൻസർ വരുമെന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അത് ഈ ഹിന്ദി ഈസിയായി കിട്ടുകയും ചെയ്യും. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുകയാണ്. ഇതുപോലുള്ള വീഡിയോസുകളും ഹിന്ദി ട്രിക്സുകളും ഹിന്ദി സെൻറ്റൻസുകളും ഒക്കെ മേക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.